ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് അൽഗോരിതം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് പെർഫോമൻസ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് IT ഒക്കെ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര പ്രയാസമാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ലോജിക്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പമുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമുള്ള ഒരു വേറെ സബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രാക്കിൽ നമ്മൾ വരാത്തതുകൊണ്ട് മാത്രമാണ് നമുക്കത് പ്രയാസമായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ സിയുടെ A to ND എന്നാണ് തുടങ്ങുന്നത് അല്ലേ. അതായത് സ്ട്രക്ചർ, പോയിന്റേഴ്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അറേസ്, സ്ട്രക്ചർ, പോയിന്റർ, ഇതാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ അതിൻ്റെ കറക്റ്റായിട്ട് ലോജിക്ക് മനസ്സിലാക്കി എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വേറെയില്ല, എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് വേറെയില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. വെറുതെ നമ്മളൊരു പ്രോഗ്രാം കിട്ടുമ്പോൾ അത് ബൈഹാർട്ട് ചെയ്യാതെ കാണാതെ പഠിക്കാതെ എന്താ ചെയ്യേണ്ടത്, ലോജിക്ക് മനസ്സിലാക്കി അത് എന്താണ് അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സംഭവം തന്നെയാണ് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പെർഫോമൻസ് അനാലിസിസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലൈസിങ് ദ പെർഫോമൻസ് ഓഫ് എ പ്രോഗ്രാം ബിഫോർ എക്സിക്യൂഷൻ. ഓക്കെ, എക്സിക്യൂഷന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റിയുമാണ്. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് അനാലിസിസ് ആയി, ഒരു പ്രോഗ്രാമിൻ്റെ പെർഫോമൻസ് അനാലിസിസ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പേസ് കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. അതായത് അതിനകത്ത് എത്ര മെമ്മറി വേണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് പാർട്ടും ഉണ്ട്, അതുപോലെ വേരിയബിൾ പാർട്ടും ഉണ്ട്, രണ്ട് പാർട്ടുണ്ട്. അതിൻ്റെ സമ്മാണ് ഇത് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് പാർട്ട് ആൻഡ് വേരിയബിൾ പാർട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ന് പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ടോട്ടലി. ഓക്കെ, അത് ചേഞ്ചബിൾ അല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് എത്ര വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് പാർട്ട് പറയുന്നത്. അതേസമയത്ത് വേരിയബിൾ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വേരി ചെയ്യും അല്ലേ. അത് വേരി ചെയ്യുന്ന ഏത് വേരിയബിൾ ആയിരിക്കും? അറേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരി ചെയ്യുന്ന ഇതാണ് അല്ലേ. എന്താണ്? അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു അറേയുടെ സൈസ് പറയുന്നത് അല്ലേ. ഇപ്പം ഞാൻ അറേയുടെ സൈസ് 10 ആയിട്ട് കൊടുത്താൽ 10 ആയിരിക്കും അല്ലേ. അതുപോലെ 20 ആയിട്ട് കൊടുത്താൽ അതിൻ്റെ സൈസ് 20 ആയിരിക്കും. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ N എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സൈസ് പറയുന്നത്. അപ്പോൾ റൺ ടൈമിൽ അത് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ എങ്ങനെയായിരിക്കും വരുന്നത്? N-ന് ഞാൻ കൊടുക്കുന്ന വാല്യൂ, റൺ ചെയ്യുന്ന സമയത്ത് N-ന് ഞാൻ കൊടുക്കുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഞാനിപ്പോൾ 5 കൊടുത്താൽ അറേയുടെ സൈസ് 5 ആയി. അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഞാൻ 10 കൊടുത്താൽ അറേയുടെ സൈസ് 10 ആയി. അപ്പോൾ ഇത് എന്താണ്? വേരി ചെയ്യുവാണ്. നമ്മൾ റൺ ടൈമിൽ N-ന് എത്ര വാല്യൂ കൊടുക്കുന്നു അതനുസരിച്ചിട്ട് എന്താണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്? വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ത് പറയുന്നത്? സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഒരു അൽഗോരിതം എടുത്തിട്ട് അതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു അൽഗോരിതം എഴുതിയിട്ടുണ്ട്. എന്താണ്? അൽഗോരിതം എന്താണ്? A, B, C എന്ന് പറഞ്ഞിട്ട് 3 വേരിയബിൾ ഞാനിവിടെ കൊടുത്തു. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? റിട്ടേൺ ചെയ്യാൻ, ഈ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു? ഫിക്സഡ് പാർട്ട് പ്ലസ് വേരിയബിൾ പാർട്ട്, അതാണ് എന്ത് പറഞ്ഞത്? സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? S(P) എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് പാർട്ട് പ്ലസ് വേരിയബിൾ പാർട്ട്, ഇതാണ് എൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് വേരിയബിൾ അല്ലെ, ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരെണ്ണം അല്ലേ, A എന്ന് പറയുന്ന 1, B എന്ന് പറയുന്ന 1, C എന്ന് പറയുന്ന 1 അല്ലേ. ഇത് ഇവിടെ വരുമ്പോൾ റെപ്പിറ്റീഷനാണ്, നമ്മളത് നോക്കണ്ട അല്ലേ. അപ്പോൾ എത്ര വേരിയബിൾ യൂസ് ചെയ്തു അതെല്ലാത്തിനും ഓരോ വാല്യൂ കൊടുക്കുക.
ഓക്കെ, അപ്പൊ എത്രയായി? 1 + 1 + 1 എത്രയായി? 3 ആയി. അപ്പൊ ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയായി? 3 ആയി അല്ലെ? ഇവിടെ നമ്മൾ അറേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത് എത്രയായി? 0 ആയി. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ? 3. അപ്പൊ ഇവിടെ S of P = എന്ത് പറയാം? 3 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഈ അൽഗോരിതത്തിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറേസ് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അനദർ ഒരു അൽഗോരിതം എഴുതി. എന്താണ് ഇവിടെ നമ്മൾ കൊടുത്ത എന്താണ്? അൽഗോരിതം കാൽ എന്ന് പറഞ്ഞു. A, N. ഇവിടെ A എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഒരു അറയാണ്. ഓക്കെ, ഇവിടെ അറേ ആയിട്ടാണ് നമ്മൾ A പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ N-ന് ഒരു വാല്യൂ വരും അല്ലെ? അതുപോലെ S-ന് എന്താണ്? ഒരു വാല്യൂ വരും. ഓക്കെ, പിന്നെ I-ക്ക് ഒരു വാല്യൂ വരും. ഓക്കെ അല്ലേ? അപ്പൊ എത്രയായി? N-ന് ഒരു വാല്യൂ, S-ന് ഒരു വാല്യൂ, I-ക്ക് ഒരു വാല്യൂ. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? N-ന് ഒരു വാല്യൂ എടുത്തു, അതുപോലെ S-ന് ഒരു വാല്യൂ എടുത്തു, അതുപോലെ I-ക്ക് ഒരു വാല്യൂ എടുത്തു. അപ്പൊ ഇത്ര ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി അല്ലേ? പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്? ഈ A of I എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ? ഈ A of I നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യുന്നത്? ഈ A of I എത്ര ടൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? അതായത് ഓരോരോ ലൊക്കേഷൻ ആണല്ലേ? I വേരി ചെയ്യുന്നതനുസരിച്ച് ലൊക്കേഷൻ മാറുകയാണ് അല്ലെ? A എന്ന് പറയുന്ന ഒരു അറേ ആണെങ്കിൽ പോലും അതിന്റെ ഇൻഡെക്സ് വരുന്ന സമയത്ത് എന്താണ്? മെമ്മറി വേരി ചെയ്യാണല്ലേ? അത്രയും മെമ്മറി എത്ര ടൈംസ് വേരി ചെയ്യും? N ടൈംസ് വേരി ചെയ്യും. മനസ്സിലായോ? അതായത് A of 0, A of 1, A of 2, A of 3 അങ്ങനെ A of N വരെ പോവാണ്. അപ്പൊ ഇവിടെ അറേയുടെ നമ്മൾ നോക്കുന്ന സമയത്ത് അറേ എന്ന് പറയുന്നത് എന്താണ്? A of I എന്ന് പറയുന്ന ഒരു മെമ്മറി അല്ലേ എന്ന് നമുക്ക് എടുക്കാൻ പറ്റൂല അല്ലെ? അറേ സെയിം അറേ ആണെങ്കിലും ഓരോരോ ലൊക്കേഷൻ അല്ലേ? ഇൻഡെക്സ് മാറുന്ന അനുസരിച്ച് അവിടെ ലൊക്കേഷൻ മാറുകയാണ്. അതായത് A of 0, A of 1, A of 2 അങ്ങനെ പോവാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ I = 1 to N ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ A of 1 to A of N വരെ പോകും. നമ്മളിത് അൽഗോരിതം ആയതുകൊണ്ടാണ് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം അല്ലെ? നമ്മൾ ഓരോ ലാംഗ്വേജ് മാറുന്ന സമയത്ത് എന്താണ്? ഐയുടെ വാല്യൂ എന്തായിട്ട് കൊടുക്കണം? 0 കൊടുക്കണം. ഏതില? സിയിൽ, C++, ജാവ ഒക്കെ വരുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 കൊടുക്കണം. മനസ്സിലായി? ഇപ്പൊ അൽഗോരിതം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് എഴുതാം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? 1 to N വരെ വേരി ചെയ്യണം. അപ്പൊ N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? അറേയുടെ സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? എത്ര സ്പേസ് എടുക്കുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മനസ്സിലായി? അപ്പൊ N എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിളും അതേസമയം A of I അല്ലെങ്കിൽ A of N എന്ന് പറയുമ്പോൾ എന്തായി മാറി അല്ലെ? N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അറേയുടെ പൊസിഷൻ മാറുകയാണ്. മനസ്സിലായില്ലേ? അതാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ A of I എത്ര ടൈംസ് ചെയ്യുന്നുണ്ട്? N ടൈംസ് ചെയ്യുകയാണ് അല്ലെ? A of I എന്ന് പറയുന്നത് N ടൈംസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്പേസ് കോംപ്ലക്സിറ്റി = ഈ 3 + N ആണ്. ഓക്കെ, 3 + N അതാണ് ഇതിനകത്ത് വരുന്ന സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അത് N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. N 10 ആണെങ്കിൽ എത്രയാണ്? 3 + 10 അല്ലേ? N 20 ആണെങ്കിൽ 3 + 20 വരും. മനസ്സിലായോ? അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത പറയുന്നത് വെച്ചാൽ എന്താണ്? റിക്കർസീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫംഗ്ഷൻ അകത്ത് തന്നെ എന്താണ്? സെയിം ഫംഗ്ഷനെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇല്ല അല്ലെ? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യില്ല. അതിന് പകരം എന്താണ്? ആർഗ്യുമെന്റിനെ ചേഞ്ച് ചെയ്തിട്ട് നോർമലി നമ്മൾ ലൂപ്പിൽ I = 0, I < 1 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ I <n എന്ന് പറയുന്ന സമയത്ത് അല്ലെ? ഫോർ I = 0, I <n എന്ന് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ? ആ കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് ആ ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കോളിലെ ആർഗ്യുമെന്റിൽ ചേഞ്ച് വരുത്തണം. അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്? ഈ വരുന്ന ചേഞ്ചിനെ നമ്മൾ എന്താക്കണം? ആർഗ്യുമെന്റിൽ ചേഞ്ച് ചെയ്യണം അല്ലെ? ഇപ്പൊ N to 1 വരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം N പാസ് ചെയ്യും, അടുത്ത പ്രാവശ്യം N - 1 പാസ് ചെയ്യും അല്ലെ? വീണ്ടും ആ N മാറിയില്ല, N - 1 ആയില്ലേ? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് N - 1 വരുമ്പോൾ എന്തായി? അത് വീണ്ടും ഒന്ന് കുറഞ്ഞു അല്ലെ? അതാണ് ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ നോർമലി റിക്കർസീവ്ലി യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെയും ചെയ്തിരിക്കുന്ന സെയിം ആണ്. ഞാൻ ഇവിടെ കാൽ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് 2 വാല്യൂ പാസ് ചെയ്തു. ഇവിടെ N-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് N < 0 < 0 ആണെങ്കിൽ ഇവിടെ N < 0 ആണെങ്കിൽ എന്താണ്? റിട്ടേൺ 0 ആണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്? റിട്ടേൺ കാൽ ഓഫ് A, N - 1
അല്ലേ? cal of a, n-1 പ്ലസ് a of n അല്ലെ? a of n എടുത്തിട്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അതായത് സം ആണ്, റിപ്പീറ്റ് ആയിട്ട് സം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? റിപ്പീറ്റ് ആയിട്ട് സം ചെയ്തുകൊണ്ടിരുന്ന ആദ്യം എന്താണ് എയും n-1 പാസ് ചെയ്യും. സപ്പോസ് എന്നിന്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ 2 ആണെന്ന് വെക്കും. 2 ആണെങ്കിൽ ഫസ്റ്റ് ടൈം എന്തായി 2 പാസ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു അല്ലെ? ഇവിടെ വന്നപ്പോൾ എന്തായി a, എത്രയായി 1 ആയി അല്ലേ? പാസ് ചെയ്തിട്ട് ഫസ്റ്റിലെ എയുടെ വാല്യൂ ഇവിടെ ആഡ് ചെയ്തു. a of എന്ത് വന്നു? n വന്നിട്ട് n എടുത്തു, അതായത് 2 എടുത്തിട്ട് ഇവിടെ സം ചെയ്തു അല്ലെ? സെക്കൻഡ് ടൈം ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തായി a, 0 ആയി അല്ലെ? എന്നിട്ട് ഇവിടെ പ്ലസ് a of 1ന്റെ വാല്യൂ എടുത്തിട്ട് ആഡ് ആയി അല്ലെ? ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇവിടെ എത്ര സ്പേസ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർമൽ പാരാമീറ്റർ, ലോക്കൽ വേരിയബിൾ ആൻഡ് റിട്ടേൺ വാല്യൂ, ഇതിന് ഓരോന്നിനും ഓരോ സ്പേസ് എടുക്കും. മനസ്സിലായോ? ഫോർമൽ പാരാമീറ്റർ, ലോക്കൽ വേരിയബിൾ ആൻഡ് റിട്ടേൺ വാല്യൂ അല്ലെ? ഇത് മൂന്നിനും ഓരോ സ്പേസ് എടുക്കും. അപ്പൊ ഇവിടെ എത്ര വാല്യൂ വരും? എന്തായാലും ടോട്ടൽ 3 വരും. മനസ്സിലായോ? 3 പ്ലസ് പിന്നെ എത്ര ഫംഗ്ഷൻ കോൾ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എത്ര ഫംഗ്ഷൻ കോൾ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്തു അല്ലെ? ഇതിൽ ഫംഗ്ഷൻ കോൾ ചെയ്തില്ല. ഇപ്പൊ ഈ രണ്ട് പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്തു, ഒരു പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്താണ് ഇങ്ങോട്ട് കയറി വരുന്നത് അല്ലെ? അപ്പൊ എത്രയായി? 3 ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എത്രയായി? 3 ടൈംസ്, അതായത് 2 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ എത്ര വന്നു? 3 ടൈംസ് കോൾ ചെയ്തു. മനസ്സിലായില്ലേ? ഈ 3 എന്ന് പറയുന്ന വാല്യൂ മസ്റ്റ് ആയിട്ട് വരും അല്ലെ? പ്ലസ് എന്ത് വരണം? എത്ര ടൈംസ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അല്ലെ? അപ്പൊ എത്ര ടൈംസ് ആണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ഇൻറ്റു n+1. മനസ്സിലായോ? ഇൻറ്റു n+1. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി ഈക്വൽ ടു എന്ത് വന്നു? 3 × n+1. മനസ്സിലായില്ലേ? അതാണ് ഈ റിക്കർസീവ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ പെർഫോമൻസ് അനാലിസിസിന്റെ ഒരു പാർട്ട് അല്ലെ? നമ്മൾ പറഞ്ഞു സ്പേസ് കോംപ്ലക്സിറ്റി പ്ലസ് ടൈം കോംപ്ലക്സിറ്റി ആണ് പെർഫോമൻസ് അനാലിസിസ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഏത് അൽഗോരിതം വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാൻ മടിയും കാണിക്കില്ലേ. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്, അതായത് ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.